പമ്പയിൽ നടക്കുന്ന സമ്മേളനം മൂലം ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴെത്തുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഭക്തരെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മിഥുൻ, തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരുടെ അതുപോലെ തന്നെ മന്ത്രിയുടെ അടക്കമുള്ള അവകാശവാദങ്ങൾ അതെല്ലാം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ അനുഭവ സാക്ഷ്യം. നേരത്തെ 10,000 പേർക്ക് മാത്രമായി 19-20 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ അടക്കമുള്ള ഇടപെടലിനെ തുടർന്ന് അത് മാറ്റി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഒരു ഭാഗികമായിട്ടുള്ള നിയന്ത്രണം ഈ വെർച്വൽ ക്യൂവിൽ തുടരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനെത്തുമ്പോൾ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി യാത്രകൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തജനങ്ങൾക്കടക്കം ഈ സ്ലോട്ടുകൾ പലപ്പോഴും ഭാഗികമായിട്ടുള്ള നിയന്ത്രണം തുടരുന്നതിനാൽ കൃത്യമായി യാത്ര പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിൽ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ശബരിമലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ആശയക്കുഴപ്പം ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതാണ് ഉയർന്ന വിമർശനം. ഹൈക്കോടതി നിർദ്ദേശം വന്നതിനെ തുടർന്ന് സർക്കാർ ഈ സ്ലോട്ടുകളുടെ നിയന്ത്രണം പിൻവലിക്കാൻ നിർബന്ധിതരായിരുന്നു. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെത്തുന്ന ഏതാണ്ട് 3000-ലധികം ആളുകൾക്ക് അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ സന്നിധാനത്ത് ഒരുക്കുന്നതിന് വേണ്ടിയാണ് സന്നിധാനം സാധാരണ ഭക്തർക്ക് നിഷിദ്ധമാക്കിക്കൊണ്ട് ഒഴിച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക്, വിലക്കിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും ഈ ശബരിമല മാസപൂജകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന അവസാന ദിവസങ്ങളാണ്. ഈ അവസാന ദിവസങ്ങളിൽ ഫ്ലൈ ഓവറിലടക്കം വലിയ രീതിയിൽ ആളുകൾ ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഫ്ലൈ ഓവറിലടക്കമുള്ളത്. ഒപ്പം തന്നെ നടപ്പന്തലിലും സമാനമായിട്ടുള്ള കാഴ്ച തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാന ദിവസങ്ങളിൽ പരമാവധി ആളുകൾ എത്തേണ്ട ഇടത്താണ് ഇത്തരത്തിൽ ആളുകൾ കുറഞ്ഞൊരവസ്ഥ വന്നിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത തീരുമാനങ്ങൾ, അതുപോലെ തന്നെ അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്കും നിയന്ത്രണവുമെല്ലാമാണ് ആളുകളുടെ ഈ കുറവിന് കാരണമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ദേവസ്വം അധികൃതരും അതുപോലെ തന്നെ സർക്കാർ അധികൃതരുമെല്ലാം തന്നെ തീരുമാനിച്ച ഇടത്തേക്ക്, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പന്മാരെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവരെത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ അവർ കരുനീക്കങ്ങൾ നടത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയ്യപ്പന്മാർ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ശബരിമല സന്നിധാനത്ത് സംജാതമായിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പമ്പയിൽ എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ നിയന്ത്രണങ്ങൾ പമ്പയിലടക്കം തന്നെ ഉണ്ടാകും. VIP-കളുടെ യാത്രയും മറ്റും എല്ലാം പരിഗണിച്ചുകൊണ്ട്, മാത്രമല്ല ഈ പമ്പാ തീരത്ത് നിരന്നു നിൽക്കുന്ന അയ്യപ്പന്മാർ സ്നാനം നിർവഹിക്കുകയും അതിനുശേഷമുള്ള ആചാരങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കുന്ന ഇടമാണ്. ആ ഇടത്താണ് വലിയ രീതിയിലുള്ള കൂറ്റൻ പന്തൽ പണിതിരിക്കുന്നത്. അത്തരത്തിൽ തീർച്ചയായും വലിയ രീതിയിൽ അയ്യപ്പന്മാരുടെ സുഗമമായിട്ടുള്ള ഈ ദർശനത്തിനും അതുപോലെ തന്നെ എല്ലാത്തിനും വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങളിലൂടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണത്തെ പരമാവധി കുറയ്ക്കാനാണ് ഈ 2 ദിവസങ്ങളിൽ സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പമ്പയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുന്ന ഘട്ടത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അത് വലിയ തലവേദനയായി മാറുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ പമ്പയിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തിലേക്കുള്ള പാതയിൽ പലയിടങ്ങളിലും തടഞ്ഞു നിർത്തുകയും അതുമൂലം വലിയ തിരക്ക് ശ്രീകോവിലിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. മിഥുൻ അയ്യപ്പനാണ് ശബരിമല സന്നിധാനത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.